ഈ രക്ഷാ ദൗത്യത്തിൽ പങ്കെടുക്കുന്ന കുറേ ആളുകൾ നമുക്കൊപ്പമുണ്ട്. അവരുടെ ഒരു എന്താണ് നിങ്ങളുടെ ഒരു നിഗമനം? നിങ്ങൾ രാവിലെ മുതൽ ഇവിടെ ഉണ്ട് അല്ലേ? ഇന്നലെ മുതലുണ്ട് അല്ലേ? ഇന്നലെ മുതലുണ്ട്. ഞങ്ങൾക്ക് ഇങ്ങോട്ട് അലോഡ് കിട്ടാത്തതുകൊണ്ടാണ് ഇന്ന് സ്വീപ്പായി. ഇന്നിപ്പോ കുറെ ആളുകൾ ഇടപെട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് കയറ്റിയത്. അതും കുറെ കച്ചറയും പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് കയറുന്നത്. എന്താ നിങ്ങളുടെ അവസ്ഥ? ഈ ലോറി ഇതിനകത്തുണ്ടോ? എന്താ നിങ്ങളുടെ ഒരു ഇവിടുന്ന് റഡാർ സിസ്റ്റത്തിലൊക്കെ പരിശോധിച്ചിട്ട് ഇവിടെ ഇപ്പൊ നമ്മള് ഈ ഒരു ഏരിയയാണ് ഇപ്പൊ അവര് സിഗ്നൽ കാണിച്ചത്. ആ ഒരു ഏരിയ തന്നെയാണ് ഇപ്പൊ കവർ ചെയ്തുകൊണ്ട് നിൽക്കുന്നത്. പക്ഷെ ഇവിടെ ഉള്ള സിസ്റ്റം അതിന് പൂർണ്ണ സന്നദ്ധരല്ല. അതായത് ഇവിടെ മനസ്സിലായില്ല ഒന്നുകൂടി. അതായത് ഇവിടെ ഉള്ള ആളുകള് പിന്നെ ഓല തെരച്ചിലുകൊണ്ട് നമുക്ക് തൃപ്തരല്ല എന്നുള്ള രീതിയിലാണ് ഇപ്പൊ ഞങ്ങളെ കാര്യത്തിൽ ഇന്നലെ മുതലാണ് ഇപ്പൊ നമ്മളെ മലയാളികളെ കൂട്ടത്തിലേക്ക് അല്ലെങ്കിൽ രഞ്ജിത് സാറിനെ പോലും ഇവിടെ അംഗീകരിച്ചുകൊണ്ട് അവരിലേക്ക് ഈ ഒരു തെരച്ചിലെത്തണം. ഇപ്പൊ നിങ്ങൾ ഇന്നലെ വൈകുന്നേരം മുതൽ ഇവിടെ ഉണ്ടല്ലോ, നിങ്ങൾക്ക് കിട്ടുന്ന ഒരു നിങ്ങളുടെ ഒരു നിഗമനം എന്താ അവസാനം? ഞങ്ങളെ നിഗമനം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഭാഗം ക്ലിയർ ചെയ്ത് ഇത് 4 വരി പാതയാണ് ഇതുവരെ. അപ്പോൾ ഇതിന്റെ സെന്ററിൽ കൂടി ഒരു ഡിവൈഡർ വരുന്നുണ്ട്. ആ ഡിവൈഡർ നമുക്ക് ഇതുവരെ കാണാൻ കഴിഞ്ഞിട്ടില്ല. അതിപ്പോഴും മണ്ണിനടിയിലുള്ളത്. അതിന്റെ ഒരു വശം മാത്രമാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്, ആ റോഡിന്റെ ഒരു വശത്ത് മാത്രം. ഇനി നമുക്ക് ഈ മണ്ണുകൾ നീക്കും തോറും ആ ഡിവൈഡർ വരാനുണ്ട്. അതിനുശേഷം ഈ റോഡിന്റെ മറുവശം വരാനുണ്ട്. അതിനുശേഷം 2-3 വാഹനങ്ങൾക്ക് സ്ഥലമുണ്ട്. ആ സ്ഥലത്താണ് നിലവിൽ ഇപ്പോൾ റഡാറുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ആ സ്ഥലത്താണ് ലൊക്കേഷൻ കാണിച്ചിട്ടുള്ളത്. നമ്മളൊരു ഈ പിന്നെ ആളുകളുടെ ഒരു നിഗമന പ്രകാരവും ആ സ്ഥലം തന്നെയാണ്. നമ്മളുടെ ഒരു മനസ്സിൽ തോന്നിക്കുന്നതും ആ സ്ഥലം തന്നെയാണ്. അപ്പോൾ സ്വാഭാവികമായ സംശയം ചോദിക്കട്ടെ. ഞാൻ ഇന്ന് മുതൽ ഇവിടെ ഉണ്ടായിരുന്ന ഒരാളെന്ന നിലയ്ക്ക്, അതായത് അത്രയും വലിയൊരു ട്രക്കാണ്. സ്വാഭാവികമായും ഇത്ര ഒരു ഏറിയാൽ ഒരു 10 അടി ഉയരത്തിൽ മാത്രമേ മണ്ണുള്ളൂ. സ്വാഭാവികമായും ട്രക്ക് അവിടെ ഉണ്ടെങ്കിൽ അതിന്റെ എന്തെങ്കിലും ഒരു അവശിഷ്ടം അല്ലെങ്കിൽ ഈ തടി കയറ്റിയ ട്രക്കാണ് അതെങ്കിലും കണ്ടെത്തേണ്ടത്. അതായത് നമുക്കിവിടെ 10 അടി എന്നത് നമ്മുടെ ഈ ഫ്രണ്ട് ഭാഗം കോരിയെടുത്ത് പോകുന്നതാണ്. ഇവിടെ നോക്കുമ്പോൾ നമുക്ക് 10 അടിയാണ് തോന്നുന്നത്. അറ്റ്ലീസ്റ്റ് നമ്മൾ അതിന്റെ മുകളിലേക്ക് കയറി നിന്നാൽ മാത്രമേ നമുക്ക് അതിന്റെ ഒരു ഉയരം കണക്കിലെടുക്കാൻ കഴിയുന്നുള്ളൂ. അങ്ങനെ ഒരു പ്രോബ്ലംസ് ഉണ്ട്. അതായത് നമുക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോൾ ചെറുതായിട്ട് തോന്നുന്നുണ്ട്. വിഷ്വൽസിലൊക്കെ നോക്കുന്ന സമയത്തും നമുക്കത് ചെറുതായിട്ട്. സാറേ രഞ്ജിത്ത് സാറേ, രക്ഷാപ്രവർത്തനങ്ങൾക്ക് ഇപ്പോ നേതൃത്വം നൽകുന്ന രഞ്ജിത്ത് അദ്ദേഹം നമുക്കൊപ്പം ചേരുന്നുണ്ട്. എന്താണ് അദ്ദേഹത്തിന്റെ ഒരു വിദഗ്ധ നിലപാടെന്ന് നോക്കാം. അതായത് എന്താ നിങ്ങൾക്ക് ഇപ്പൊ തോന്നുന്നത്? ലോറി ഇപ്പോൾ ഇവിടെ തന്നെ ഉണ്ടോ? ലോറി ലാൻഡിൽ തന്നെ കാണാനുള്ള ചാൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ മലയാളിയെ കുറച്ച് ഗ്രൂപ്പിൽ നിന്ന് വന്നു. അവരോട് ഞാൻ ഈ കാര്യം പങ്കുവച്ചിട്ടുണ്ട്. കാരണം 2 ദിവസം മൊബൈൽ റിങ് ചെയ്യായിരുന്നു. ഒരിക്കലും ഒരു റിവറിലേക്ക് പോയിരുന്നെങ്കിൽ ആ മൊബൈൽ ഒരിക്കലും അത് വർക്ക് ചെയ്യത്തില്ല. കാരണം ക്യാബിന് എന്തായാലും ഇവിടുന്ന് അത്രയധികം ലോറി നിരങ്ങിയാൽ സഞ്ചരിക്കും. അതിനിടയ്ക്ക് ഗ്ലാസ് എല്ലാം പൊട്ടി വെള്ളം അതിനകത്ത് കംപ്ലീറ്റ് ആക്കി കയറും. പിന്നെ മാത്രമല്ല ഈ റിവറിൽ NDRFന്റെ വാട്ടർ യൂണിറ്റും ഈ നേവിയുടെ ഡീപ് ഡൈവേഴ്സും എല്ലാം ഹൈ എഫിഷ്യൻ്റുള്ള സെർച്ചിങ് നടക്കുന്നത്. സോണാർ ഉപയോഗിച്ചുള്ള സെർച്ചിങ് തന്നെ നേവി നടത്തുന്നുണ്ട്. ആ ട്രക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഈ വുഡിന്റെ ഒരു സാമ്പിളിനകത്ത് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇവിടത്തേക്ക് ലാൻഡിൽ തന്നെ ഈ ലെഫ്റ്റ് സൈഡിൽ തന്നെ ഈ പറഞ്ഞ പോർഷനിൽ ആ ഒരു GPR കാണിച്ച ലൊക്കേഷൻ, പിന്നെ നേരത്തെ GPS ഈ വണ്ടിയെ ട്രാക്കിംഗ് GPS ലൊക്കേഷനിൽ ഒരു ഡീപ്പ് ആൻഡ് ഒരു വൈഡ് സെർച്ചാണ് നടക്കുന്നത്. അത് മാക്സിമം നമ്മൾ ഫൈൻഡ് ഔട്ട് മാക്സിമം അത് കോർഡിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം എൻ്റെ ഒരു സംശയം, സ്വാഭാവികമായൊരു സംശയം, അതായത് നമുക്ക് ഈ മണ്ണ് കാണാം. അതായത് നമ്മുടെ കൺമുന്നിലുണ്ട് ഈ മണ്ണ്. ഏറിയാൽ ഒരു 10 അടി ഉയരത്തിൽ മാത്രമേ ഈ മണ്ണുള്ളൂ. അത്രയും വലിയ ട്രക്കാണ്. അതായത് ഈ തടി കയറ്റി വന്ന ട്രക്കാണ്. സ്വാഭാവികമായും തടിയുടെ അവശിഷ്ടങ്ങളെങ്കിലും അതെങ്കിലും നമുക്ക് ഇതിനുള്ളിൽ കണ്ടെത്തേണ്ടതല്ലേ? കാരണം ഇത്രയും വലിയ സ്ലൈഡിങ്ങിനിടയ്ക്ക് ഒരു ട്രക്ക് എന്ന് പറഞ്ഞാൽ വളരെ ചെറുതാണ്. ഞാൻ ഇതിന്റെ അകത്ത് പോയി നിങ്ങൾ കണ്ടോളൂ, അകത്ത് നിന്ന് ഞാൻ സെർച്ച് ചെയ്യുന്നത്, എൻ്റെ അകത്ത് നിന്ന് സെർച്ച് ചെയ്യുന്നത് അവർ കാണുന്നുണ്ട്. അതിന്റെ അകത്ത് വീണിരിക്കുന്ന കല്ലെന്ന് പറഞ്ഞാൽ ഒരു ക്യാബിനടക്കം വലിയ ഹിറ്റാച്ചി പോലും പിടിക്കാൻ പറ്റാത്ത രീതിയിൽ കല്ലാണ്. ബോൾഡർ റോക്സ്, വലിയ ബോൾഡർ റോക്സ് ആണ് കിടക്കുന്നത്. ഹെവി സ്റ്റോൺസ് ആണ് കിടക്കുന്നത്. അപ്പൊ അതിനെ നമുക്ക് ഹിറ്റാച്ചി പോലും പിടിച്ചാൽ പൊങ്ങുന്നില്ല. അപ്പൊ അതിനെ എന്തായാലും അത് അവിടെ നിന്ന് റിമൂവ് ചെയ്തേ പറ്റുള്ളൂ. അവിടെ ഞാൻ പറഞ്ഞല്ലോ, ഓരോ ഇത് മാറ്റിക്കൊണ്ട് തന്നെ ഒരു ഡീപ്പ് ആൻഡ് വേറെ എന്തെങ്കിലും ഒരു കാണിച്ചു കൂട്ടിയല്ല JCB-കാരെ കൊണ്ട് ചെയ്യിക്കുന്ന, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ചെയ്യുന്നത് ഒരു ഡീപ്പ് ആൻഡ് ഒരു വൈഡ് സെർച്ച് തന്നെയാണ് നടക്കുന്നത്. വളരെ അപ്പോൾ ഒരു എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തന്നെ ഞങ്ങളവിടെ ഇറങ്ങി നിന്നോ, ഇവർ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മെറ്റലാണോ എന്താണെന്ന് അറിയാൻ വേണ്ടി വളരെ ഇറങ്ങി നിന്നാണ് സെർച്ച് നടക്കുന്നത്. രഞ്ജിത്ത് ഏത് തരത്തിലാണ് അതിന്റെ ഏത് തരത്തിലുള്ള പരിശോധനയാണ് നടത്തുന്നത്? അതൊന്ന് പ്രേക്ഷകർക്ക് പറഞ്ഞു കൊടുക്കാം. ഞങ്ങളൊരു സ്ഥലം ഇത്ര സ്പോട്ട് ചെയ്തിട്ടുണ്ട്. ഈ പാർക്കിംഗ് ഏരിയ, ഈ GPR ആയിട്ട് ലൊക്കേഷൻ, ഇവരുടെ GPS കിട്ടിയ ലൊക്കേഷൻ, GPR കിട്ടിയ ലൊക്കേഷനാണ് കൂടുതൽ സെർച്ച് ചെയ്യുന്നത്. പാർക്കിംഗ് ഏരിയ ആണ് ഈ GPR വന്നിരിക്കുന്നത്, ഈ പെനിട്രേറ്റിംഗ് റഡാർ വെച്ച് കിട്ടിയിരിക്കുന്നത്. അവിടെ വെച്ച് മണ്ണ് പുറത്ത് വെച്ച് മണ്ണ് ഹിറ്റാച്ചി എടുക്കുന്നതുകൊണ്ട് അകത്തൊരു ഹിറ്റാച്ചി കയറ്റിക്കൊണ്ട് അവിടെ ഗ്രൗണ്ടിൽ നമ്മുടെ ഈ ടാറിട്ട റോഡില്ല അവിടെ മുട്ടുന്ന രീതിയിൽ വരെ കംപ്ലീറ്റ് കോരി മാറ്റി നോക്കുന്നുണ്ട്. അങ്ങനെ ടാറിട്ട റോഡിൽ എത്തിയോ? പലതവണ എത്തിയിട്ടുണ്ട്. അപ്പോഴത്തേക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല.
ഇത് ഈ സെർച്ച് തന്നെ ഫുള്ള് ഇത് ഇത്രയും കാണുന്നുള്ളൂ. ഇപ്പൊ ഇത്രയും ഇത് വീണ്ടും മാറാനുള്ളതാണ്, കാണുന്നുണ്ടോ ബാക്കിൽ ഇത്രയും ഡെബ്രസ് മാറ്റേണ്ടതുണ്ട്. അല്ലാതെ നമുക്കൊരു ഈ പിക്ചർ ക്ലിയർ ആവത്തില്ല. നേരത്തെ ലോറി ഉടമ മനാഫ് പറഞ്ഞു ഒരു വാഹനത്തിന്റെ അവശിഷ്ടം കണ്ടെത്തിയിരുന്നു, അങ്ങനെ ഉണ്ടായോ? ഇല്ല അങ്ങനെയില്ല. നമ്മൾ മെറ്റലാണെന്ന് വിചാരിച്ച് നമ്മൾ ചാടി ഇറങ്ങിയിരുന്നു. നമ്മള് മെറ്റല്ല, റോക്കിന്റെ തന്നെ വേറൊരു ടൈപ്പ് കണ്ടന്റ് ആയിരുന്നു. നമ്മൾ ആ JCB ആ ഒരു താഴ്ന്ന സ്ഥലത്ത് തന്നെ നമ്മൾ ഇറങ്ങി നോക്കി, വിശദമായി പരിശോധിച്ചു. അതൊരു മെറ്റൽ കണ്ടന്റ് അല്ലത്. മെറ്റലാണ് കിട്ടിയത് നമുക്ക് വളരെയധികം ഇതിന് വലിയൊരു ടേണിംഗ് പോയിന്റ് ഉണ്ടായിരുന്നു. അതായത് മണ്ണിനടിയിൽ ഇപ്പോഴും ലോറി ഉണ്ടെന്ന പ്രതീക്ഷയെ തന്നെ മുന്നോട്ട് പോകാം അല്ലെ? തന്നെയാണ് ലോറിയുള്ളത്. കാരണം ഒരു വാട്ടറിലുള്ള സെർച്ച് വളരെ ഹൈ ഡീപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്, കുറച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. NDR വാട്ടർ യൂണിറ്റ് ഉണ്ട്, നേവി യൂണിറ്റ്, അവരെല്ലാം ഒരു നേവി വിത്ത് സോണാർ. ഈ കരസേനയുടെ യൂണിറ്റ് കൂടി ഇപ്പൊ കൂടിയിട്ടില്ലേ, നിങ്ങൾക്കൊപ്പം ചേർന്നിട്ടുണ്ട്? സാർ സംസാരിച്ചു. സാറ് ഒരു ഉത്തരാഖണ്ഡുകാരൻ ഒരു മേജറാണ്, അവർ 60 മെമ്പേഴ്സ് ഉണ്ട്. സാറ് നമ്മൾ ജോയിന്റ് ഓപ്പറേഷൻസ് സാറ് അഡ്വൈസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ രീതിയിലാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. NDRFന്റെ ഗ്രൂപ്പ്, ഇന്ത്യൻ ആർമി, ഞങ്ങൾ സംഘം കൂടി എത്തിയതോടുകൂടി തെരച്ചിൽ കുറച്ചുകൂടി വേഗത കൈവന്നിട്ടുണ്ട്. ഒരു കുറച്ചും കൂടെ ഇന്ത്യൻ ആർമി അല്ലേ, കുറച്ച് കോർഡിനേഷൻ വരുമ്പോഴത്തേക്ക് നമുക്കൊരു പിന്തുണ കുറച്ച് കൂടും. അവരെന്തെങ്കിലും ഒരു ആധുനിക സംവിധാനത്തിലുള്ള സാധനങ്ങളോ എന്തെങ്കിലും സ്റ്റില് കൊണ്ടുവന്നില്ല, സാർ ഡിസ്കസ് ചെയ്ത് കൊണ്ടുവന്നില്ല. ഞാൻ പറഞ്ഞ ഒരു ഹൈ പവർ റഡാർ എങ്ങനെയെങ്കിലും എത്തിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്, ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇന്നലെ പക്ഷേ സൂറത്ത് NIT ആ റഡാറിൽ പോരായിരുന്നു. കാരണം ഈ വെറ്റ് ഡ്രൈ ക്ലൈമറ്റിൽ കൊള്ളാം, പക്ഷെ വെറ്റ് ഇതിലത് നമ്മൾ ആ ഒരു അവിടെ വെച്ച ഒരു ഗ്രൂപ്പിംഗ് വെച്ചാണ് നമ്മളത് എടുത്തത്. ആ ഒരു ഇന്നലത്തെ കാര്യം പോയിന്റ് ഔട്ട് ചെയ്തത്. ഇന്ന് അവിടെ ഇപ്പോൾ സെർച്ച് നടക്കുകയാണ്. പക്ഷെ അതിനേക്കാളും ഷോയിങ് വ്യക്തമായിട്ട് കുറച്ചും കൂടി ആക്യുറസി 100% ഇത് ട്രക്കിൽ ചേർന്ന് കാണിക്കുന്ന ഒരു ഹൈ പവർ നമുക്കൊരു റഡാറാണ് ആവശ്യം നമുക്ക്. മറ്റൊരു കാര്യം ചോദിക്കട്ടെ, ഇതുപോലെ കനത്ത മഴയാണ്, അതായത് കുത്തി ഒലിച്ച് വെള്ളം വരിക മുകളിൽ നിന്ന്. ഇപ്പൊ തന്നെ നമുക്ക് കാണാം ഇങ്ങനെ മലയുടെ ചെറിയ ഭാഗങ്ങൾ അടർന്നടർന്ന് വരുന്നുണ്ട്. അപകടകരമായ ഒരു സാഹചര്യമാണ്. ആ സാഹചര്യത്തിലാണ് ഞാനും അവിടെ കയറിപ്പാനും ഞാനും എന്റെ ഒരു അസിസ്റ്റന്റ് ഉണ്ട്, പുള്ളി, പിന്നെ NDRF 2 പേര്, NDRF ഓഫീസറും ഒരാൾ NDRF നിൽക്കും. അപ്പോൾ 4 പേര് അവിടെ നിൽക്കാൻ അനുവാദമുള്ളൂ. കാരണം അങ്ങനെ ഒരു ഏരിയ ആണ്. അവിടെ നമ്മൾ ഓരോ ബക്കറ്റ് കോരുമ്പോഴും നമ്മളൊരു വെള്ളം കുടിക്കാതെ കഴിക്കാതെ അവിടെ ബക്കറ്റ് കോരുമ്പോഴും എന്തെങ്കിലും ഒരു പാർട്സ് ഉണ്ടെന്ന് വളരെ ഇതാണ് നോക്കുന്നത്. ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുക. 4 പേർക്ക് ഇപ്പോൾ തൽക്കാലം ഇവിടെ ആ ഒരു കൊള്ളയുടെ ചാൻസ് ഉള്ളതുകൊണ്ട് വളരെ റെസ്ട്രിക്റ്റഡ് ആൾക്കാർ മാത്രമേ അവിടെ നിർത്തുന്നുള്ളൂ. അവിടെ